ബ്രസീലിയൻ ലീഗിൽ ഞായറാഴ്ച നടന്ന ഫൈനലിൽ ചിരവൈരികളായ അത്ലറ്റിക്കോ മിനീറോയ്ക്കെതിരെ ക്രൂസീറോ നേടിയ വിജയത്തിന് പിന്നാലെ ഉണ്ടായ നാടകീയ രംഗങ്ങളിൽ ഞെട്ടിത്തെറിച്ച ഫുട്ബോൾ ലോകം. ഇഞ്ചുറി ടൈമിൽ ഇരു ടീമുകളിലെയും താരങ്ങൾ തമ്മിലുണ്ടായ കൂട്ടത്തല്ലിനെ തുടർന്ന് 23 കളിക്കാരെയാണ് റഫറി റെഡ് കാർഡ് നൽകി പുറത്താക്കിയത്. മത്സരത്തിൽ കെയോ ജോർജ് നേടിയ ഏക ഗോളിൽ ക്രൂസീറോ കിരീടം നേടിയെങ്കിലും ഫുട്ബോൾ ലോകത്ത് ഈ വിജയത്തേക്കാൾ ചർച്ചയായത് ഈ അക്രമ സംഭവങ്ങളായിരുന്നു. ക്രൂസീറോ മിഡ്ഫീൽഡർ ക്രിസ്ത്യനും അത്ലറ്റിക്കോ മിനീറോ ഗോൾ കീപ്പർ എവേഴ്സണും തമ്മിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിന് തുടക്കമിട്ടത്. എവേഴ്സൺ ക്രിസ്റ്റിനെ വലിച്ചഴിച്ചതോടെ മറ്റു താരങ്ങളും സംഭവത്തിൽ ഇടപെട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ കളി നിയന്ത്രണം വിട്ടു. സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളും സ്റ്റാഫും മൈതാനത്തേക്ക് ഇരച്ചെത്തി. കളിക്കാർ പരസ്പരം തള്ളുകയും ചവിട്ടുകയും ഇടിക്കുകയും ചെയ്യുന്ന അസാധാരണമായ ദൃശ്യങ്ങളാണ് പിന്നീട് കണ്ടത്. റഫറി മാത്യൂസ് ഡെൽഗാഡോ ആകെ 23 റെഡ് കാർഡുകളാണ് പുറത്തെടുത്തത്. ഇതിൽ 12 ക്രൂസീറോ താരങ്ങളും 11 അത്ലറ്റിക്കോ മിനീറോ താരങ്ങളും ഉൾപ്പെടുന്നു. പുറത്താക്കപ്പെട്ടവരിൽ മുൻ ബ്രസീൽ സൂപ്പർ താരം ഹൾക്കുമുണ്ട്. ഒരു ഫൈനലിൽ ആദ്യമായിട്ടാണ് റഫറി 23 റെഡ് കാർഡുകൾ പുറത്തെടുക്കുന്നത്. ബ്രസീലിയൻ ഫുട്ബോളിന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ ഈ സംഭവം മങ്ങലേൽപ്പിച്ച സാഹചര്യത്തിൽ അസോസിയേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്.